സംസാരിക്കുന്നത് അമിത വണ്ണത്തോടുകൂടിയ PCOS എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഗൈനക്കോളജിക്കൽ പ്രശ്നം മാത്രമല്ല, ഇതൊരു മെറ്റബോളിക് സിൻഡ്രോമാണ്. ഇക്കൂട്ടരിൽ പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണപ്പെടുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളപ്പോൾ നമ്മുടെ അണ്ഡാശയം കൂടുതൽ പുരുഷ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുവാൻ ഇടയാകും. അതിന്റെ ഫലമാണ് ആർത്തവം തെറ്റുക, അണ്ഡോൽപാദനം വൈകുക, മുഖക്കുരു വരിക, രോമവളർച്ച വരിക എന്നീ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അമിത വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. ശരീരത്തിന്റെ 5 മുതൽ 10% ഭാരം കുറച്ചാൽ തന്നെ നല്ല മാറ്റം കാണപ്പെടും. ഒരു 90 കിലോയുള്ള ഒരാൾക്ക് 5 മുതൽ 9 കിലോ വരെ കുറയ്ക്കാൻ പറ്റിയാൽ മാറ്റങ്ങൾ പ്രതീക്ഷപ്പെടും. നമ്മുടെ ഭക്ഷണക്രമം മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. മധുര പാനീയങ്ങൾ, ബേക്കറി ഭക്ഷണങ്ങൾ, ജങ്ക് ഫുഡുകൾ, പ്രോസസ്ഡ് ഫുഡ്സ് ഇവ പാടെ അവോയ്ഡ് ചെയ്യണം. ധാരാളം പച്ചക്കറികൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. വിശന്നിരിക്കുകയോ ക്രാഷ് ഡയറ്റ് ചെയ്യുകയോ അരുത്. അടുത്തത് വ്യായാമമാണ്. വ്യായാമം വളരെ പ്രാധാന്യമുള്ളതാണ്. സൈക്ലിംഗ്, നീന്തൽ എന്നിവ സഹായകരമാണ്. റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യണം. മസിലുകൾ ബലമുള്ളതാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുവാൻ സഹായിക്കും. 7 മുതൽ 8 മണിക്കൂർ തുറന്ന് ഉറങ്ങണം. ഇടയ്ക്ക് മൊബൈൽ ഫോണുകൾ കാണരുത്. ഉറക്കക്കുറവ് വിശപ്പ് കൂട്ടുന്ന ഹോർമോണുകളെ ബാധിക്കും. മെറ്റ്ഫോമിൻ ഉപകാരപ്രദമാകും. വെയിറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇഞ്ചക്ഷനുകളും സഹായകരമാണ്. ഗർഭധാരണമാണ് ലക്ഷ്യമെങ്കിൽ വെയിറ്റ് കുറയുക സഹായകരമാണ്. വ്യായാമം കൊണ്ടും ഭക്ഷണക്രമം കൊണ്ടും വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ ഇഞ്ചക്ഷനുകൾ ഇന്ന് ലഭ്യമാണ്. ഒബീസ് PCOSന്റെ മാനേജ്മെന്റിൽ ഏറ്റവും ശക്തമായിട്ടുള്ള മരുന്ന് ജീവിതശൈലി മാറ്റമാണ്. ശരിയായ ഭക്ഷണം, ശരിയായ ഉറക്കം, വ്യായാമം എല്ലാം കൂടി വന്നാലേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. ഇത് ഒരിക്കലും പ്രതീക്ഷ കൈവിടേണ്ട ഒരു കാര്യമല്ല. ശരിയായ ചികിത്സയിലൂടെ ആർത്തവക്രമം ശരിയാക്കാൻ സാധിക്കും. അണ്ഡോൽപാദനം ശരിയാകും. ഗർഭധാരണ സാധ്യത മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിയും. ദീർഘകാല രോഗങ്ങളും നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും.